പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തുല്യമായ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലുത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റൊരുവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കർശനമായ നിലപാടുകളിൽ ചില കാര്യങ്ങൾ അവരോട് പറയുകയാണ്. ശിഷ്യത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിങ്ങൾ ലാളിത്യ ജീവിതം നയിക്കണമെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിൽ അല്ലലില്ലാതെ ജീവിക്കുവാനുള്ള ലാളിത്യ സ്വഭാവം ശിഷ്യന്മാരിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യ സ്വഭാവം എന്താണ് എന്ന് ഇതിൻ്റെ അകത്ത് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം, ലോകത്തിൻ്റെ സമ്പാദ്യങ്ങൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റുമ്പോൾ നമ്മുടെ ഭക്തി വാസ്തവത്തിൽ എന്തിനോടാണ് എന്നത്ര ശരിയായ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ ലോകത്തിൻ്റെ വസ്തുവകകളിലാണോ ഉറച്ചിരിക്കുന്നത് എങ്കിൽ യഥാർത്ഥമായി ദൈവത്തെ സേവിപ്പാൻ നമുക്ക് കഴിയത്തില്ല. അവയോടുള്ള അഭിവാഞ്ചയും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. ആ പരിശ്രമം വിഫലമായി മാറും എന്നിവിടെ രേഖപ്പെടുത്തുന്നു. അത് അവനോടുകൂടി മാത്രമേ വിശ്വസ്തരായി നാം നിലകൊള്ളണമെങ്കിൽ ലോകത്തെ വെറുത്ത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സേവ കഴിക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിയണമെന്ന് യേശു ഇവിടെ പറയുകയാണ്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു എന്നിവിടെ കാണുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വിളക്ക് അവൻ്റെ ഹൃദയമാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അന്ധകാരം നിറഞ്ഞാൽ ശരീരം മുഴുവനും അന്ധകാരമായി മാറും. ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എത്ര തിടുക്കത്തോടെ ക്രിസ്തു നമ്മെ വിളിച്ചാലും അവൻ്റെ വിളിക്കനുസരിച്ച് പ്രതികരിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് അവൻ്റെ വിളിക്കനുസരിച്ചും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതികരിപ്പാനോ വിളിക്കുവാനോ യേശുവിൻ്റെ അടുത്തിൽ വരുവാനോ അനുസരിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. കാരണം ഹൃദയം മുഴുവനും അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾ മറ്റാർക്കോ നേരത്തെ തന്നെ നൽകപ്പെട്ടിരിക്കുകയാൽ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടുന്ന് മാറിപ്പോകും. എന്തുകൊണ്ട് ക്രിസ്തു വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നില്ല? അത് തുറക്കപ്പെടുത്താതിൻ്റെ കാരണം വചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം തകരുന്നില്ല? അങ്ങനെ തകരാതിരിക്കുമ്പോൾ, വിളി കേൾക്കാതിരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവപ്രവൃത്തിയുടെ ആ ആഴങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതാണ് കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്ന മേഖല. അതാണ് ഇരുളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം ദൈവിക വചനത്തിൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടരുത്. അടയ്ക്കപ്പെട്ടാൽ നമ്മുടെ ഹൃദയം ഇരുളായി മാറുമെന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് കേടായി കണ്ണുള്ള ശരീരത്തിലേക്ക് പ്രകാശത്തിന് കയറുവാൻ ഒരിക്കലും കഴിയത്തില്ല. യേശുവിൻ്റെ വചനത്തിനെതിരായി കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ആ വചനത്തിൻ്റെ ശക്തി ആഴ്ന്നിറങ്ങുവാൻ ഒരിക്കലും സാധ്യമല്ല. മുള്ളിൻ്റെ ഇടയിൽ വിധിക്കപ്പെട്ടതെന്ന പോലെ അത് ഞെരിഞ്ഞ് അമർക്കുകയാണ്. ജീവിതയാത്രയിലെ ആശങ്കകളും ധനവും സുഖഭോഗവുമാണ് നമ്മെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞെരുക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ യേശുവിൻ്റെ വിളിയും വാഗ്ദാനം അനുസരിച്ച് അവനെ പരിപൂർണമായി പിരിഞ്ചൊല്ലുന്നതാണ് ജീവിത രഹസ്യത്തിൻ്റെയും ഏകാഗ്രതമായി കേന്ദ്രീകരിക്കുന്ന ഹൃദയദൃഷ്ടിയും അതേപോലെ ഹൃദയവും നമുക്ക് ഒരുപോലെ തുലനം ചെയ്ത് ദൈവസ്ഥലം നിർത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് എന്നിവിടെ കാണാൻ കഴിയുന്നു. വെളിച്ചത്തെയും ഇരുളിനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല എന്ന് ഇവിടെ വ്യക്തതയോടെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ച യേശു ശിഷ്യന്മാരെ പോലെ തിന്നുകയും കുടിക്കുകയും നമ്മോടൊപ്പം വന്ന് കിടന്ന് ഉറങ്ങുകയും ക്ഷീണതകൾ അനുഭവിക്കുകയും ചെയ്ത ഒരു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ തിരുവചനം നമുക്ക് കാണുവാൻ കഴിയും. ആ ജീവിതത്തിൻ്റെ നല്ല വസ്തുതകളെല്ലാം വിശദീകരിച്ച്
ജീവിത സന്ധാനത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും ശിഷ്യന്മാർ നന്ദിപൂർവ്വമാണ് അനുഭവിക്കേണ്ടത് എന്നിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി കൊടുക്കുന്ന എല്ലാ നൽവഴികളും അല്ലലില്ലാതെ ജീവിക്കുവാൻ ദൈവം അവർക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ദൈവം അവിടുന്ന് കരുതുന്നു എന്നിവിടെ കാണുവാൻ കഴിയുന്നു. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ നിക്ഷേപമായി നിലകൊള്ളുക എന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അസാധ്യമായ പഠിപ്പിക്കലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായി യജമാനനെ സേവിക്കാൻ നിങ്ങൾ കഴിയണം. ഏത് യജമാനനാണ് നിങ്ങൾ സേവിക്കുന്നത്, ആ യജമാനൻ്റെ അനുസരിച്ച് നമുക്ക് ചലിപ്പാൻ കഴിയത്തുള്ളൂ. ജഡമെന്ന യജമാനൻ നമ്മൾ ചലിക്കുന്നുവെങ്കിൽ ജഡത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ചലിക്കും. പരിശുദ്ധാത്മാവാകുന്ന യജമാനു വേണ്ടി നമ്മൾ ചലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനു വേണ്ടി നമ്മൾ ചലിക്കും. തീർച്ചയായും നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും സന്തോഷം പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിലേക്കും നാം പ്രവേശിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരുളിൻ്റെ വ്യാപാരങ്ങൾ അടങ്ങിയിരിക്കുന്നു. ചില ശക്തികൾ, ചില വ്യാപാരങ്ങൾ, ചില ആത്മാക്കൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കുടികൊണ്ടിരിക്കുന്നു. യഥാർത്ഥമായ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മളെ ഒതുക്കി വെക്കുന്ന മേഖലകൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ആത്മമണ്ഡലങ്ങളിൽ നമ്മൾ കയറുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതം ലാളിത്യ ജീവിതമായി മാറുക, ആഡംബരങ്ങൾ ഒഴിവാക്കി ക്രിസ്തുവിൻ്റെ മാർഗത്തെ നിലനിൽക്കുക. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മാറനാഥ.